നമ്മുടെ ഈ ഹോണ്ട ആക്റ്റീവ സർവീസിന് കയറിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസായിട്ടാണ് നമുക്ക് കയറ്റിയാണ്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് തുടങ്ങി, ശരിക്കും പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്, മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ക്ലച്ച് സൈഡ് നോക്കുന്ന സമയത്ത് ക്ലച്ച് സൈഡ് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് അയക്കണേ. തന്നെയല്ല അതിൻ്റെ ബെൽറ്റ്, അതിൻ്റെ വേരിയറ്റ് ബോഡി, അങ്ങനത്തെ നല്ല തേമാന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇത് ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ്. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ചുമന്നത് കാണുന്നത് തുരുമ്പിൻ്റേതായിട്ടുള്ള ഇതാണ്. അതൊന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. റോളർ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയാലും വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നോർമൽ ഇതാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ബെൽറ്റ് ശരിക്കും ക്രാക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സെൻറ്ററിൽ കാണുന്ന ആ ഒരു വിള്ളലൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഏതെങ്കിലും ഇതിൻ്റെ ഈ വന്നതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഇപ്പോൾ ഈ പൊട്ടിയേക്കണേലും ഈ ഒരു കട്ട അങ്ങോട്ട് പെട്ടെന്ന് തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫുള്ള് ഇത് നൈലോൺ നൂലാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പെട്ടെന്ന് ഈ റബ്ബറുകളൊക്കെ കണ്ട് എടുത്തു പോകാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ മാറേണ്ട ടൈമാണ്. നമുക്കൊരു 30,000-നും 35,000, 30-40 ഇടയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട് സാധാരണ രീതിയിൽ. പിന്നെ ഔട്ടർ ക്ലച്ചൊക്കെ ആയാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഹെഡിൻ്റെ സൈഡിൽ ചെറിയ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, ഓയിലിൻ്റെ ലീക്കാണ് ഈ കാണുന്നത്. അത് ഈ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടാൽ മതി. ഈ റബ്ബറിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ഇത് ഓവർ ഹീറ്റിങ് വരുന്ന സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ടി വന്നത് കേട്ടോ. കാരണം ഞാൻ റബ്ബർ ടൈപ്പാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഹെഡ് ഭാഗം നല്ല ഹീറ്റിങ് വന്ന ഭാഗമാണ്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് 2-3 സർവീസിനുള്ളിൽ തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ മാറേണ്ടി വരാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ബാക്കിലത്തെ ബ്രേക്ക് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അഡ്ജസ്റ്റിങ് മാക്സിമമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈനർ അഴിച്ച് മാറ്റിയിടേണ്ടി വരും. പിന്നെ ടയറിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടയർ രണ്ടും തന്നെ തീർന്നുണ്ട്. സെൻറ്ററിലെ ഈ സൈഡിലത്തെ ഈ ഇത് നോക്കണ്ട, സെൻറ്ററിൽ പിടുത്തമില്ല, ശരി സെൻറ്ററിൽ തീർന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിപ്പോൾ മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് റിം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തുരുമ്പുണ്ട്. കാരണം അത് നമുക്ക് പുറമേ നിന്ന് തന്നെ അറിയാം, ഈ എഡ്ജിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് തുരുമ്പിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ അഴിച്ചു നോക്കാം. തുരുമ്പുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടയർ മാറ്റണമുണ്ട് എന്നുണ്ടെങ്കിൽ, തുരുമ്പുണ്ടെങ്കിൽ അതും കൂടി നമ്മളൊന്ന് ചിരണ്ടി കളഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് കയറ്റിയിടണമായിരിക്കും നമുക്ക് ടയറിനും നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ട്യൂബ് അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പിൻ്റെ അംശമൊക്കെ വരുമ്പോൾ കംപ്ലൈൻറ്റ് പഞ്ചറാവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൂചി പഞ്ചറൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഔട്ടർ വലിഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എത്ര ലെങ്ത്ത് വരാറുണ്ട്. ഇത് ഔട്ടർ വലിഞ്ഞ കാരണം ഒട്ടും വലിയാനില്ല സംഭവം. നമ്മൾ ബ്രേക്ക് പിടിച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ടുള്ള കണ്ടീഷനിലില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേബിൾ മാറ്റിയിടാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചണം. ലിങ്കൊന്നും വേറെ കുഴപ്പമില്ല, ലിങ്കും പുഷും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ഫ്രണ്ടും ടയറിൻ്റെ കേസ് ആയാലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ഗ്രൂ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഇൻഡിക്കേഷൻ വന്നത് സെൻട്രൽ ലൈനിലാണ്. ഇതാണ് അതിൻ്റെ ടയർ വയർ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. കറക്റ്റ് അതിൻ്റെ മാക്സിമം യൂസേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ടയറും ഫ്രണ്ടും ബാക്കും ടയറും മാറേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ നമുക്ക് ഇപ്പോൾ കംപ്ലൈൻറ്റ് തോന്നുന്നതിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് ടൈറ്റ് കാണിക്കണം. ആക്സിലേറ്റർ കേബിൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ബലം പിടിച്ചിട്ട് വേണം നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ഇത്ര ലെങ്തിക്കല്ല, ഇവിടെ തുടങ്ങി ഇതിൻ്റെ ഉള്ളിൽ കിടക്കി വന്നിട്ട് ഇത്ര ഫുൾ ലെങ്തി കേബിളായതുകൊണ്ടാണ് നമുക്ക് ഈ കേബിളുകളുടെ ലൈഫ് കുറയണേൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അത്ര ഐറ്റംസ് ഇപ്പോൾ എടുത്തിട്ടേ ഞാനൊരു എസ്റ്റിമേറ്റ് തരാം. ഇതിൻ്റെ സെക്കൻഡറി ഫിൽറ്ററാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റുകളൊക്കെ ഇപ്പോൾ എടുത്തിട്ട്, അതായത് ഇപ്പോൾ ടയറിൻ്റെ കേസ് മുന്നേ ടയർ അടക്കം ഉള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ടയർ മാറണമെങ്കിൽ പറയണം കേട്ടോ. കാരണം ടയർ മാറണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് റിമ്മും കൂടി പെയിൻറ്റ് ചെയ്താലാണ് നമുക്ക് വരും. ഇപ്പോൾ ടയർ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഏകദേശം എമൗണ്ട് എത്ര വരും എന്നുള്ള ദിവസം കൂടി അറിയണമല്ലോ. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വണ്ടി ഇപ്പോൾ റാമ്പിലാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.